കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന തോപ്പിൽ ഗോപാലകൃഷ്ണൻ അനുസ്മരണം വള്ളികുന്നത്ത് നടത്തി. വള്ളികുന്നത്തെ സ്മൃതി കുടീരത്തിൽ അനുസ്മരണ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന തോപ്പിൽ ഗോപാലകൃഷ്ണൻ അനുസ്മരണമാണ് വള്ളികുന്നത്ത് സംഘടിപ്പിച്ചത്. തോപ്പിൽ ഗോപാലകൃഷ്ണൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. തോപ്പിൽ ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഫൗണ്ടേഷൻ ചെയർമാൻ KNK നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഞാൻ യൂത്ത് ഫെഡറേഷൻ്റെ കായംകുളം ഡിവിഷൻ കോഴിക്കുശ്ശേരി ബാലരാമസാറിന് ശേഷം കായംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായും ഒക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഗോപാലകൃഷ്ണനെ പറ്റി അന്ന് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതേ ഒരു അപ്പം തോപ്പിൽ വാസി നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം തോപ്പിൽ കേൾക്കുമ്പോൾ അറിയാം ആ ഗോപാലകൃഷ്ണൻ എത്ര മാറിയ ഒരു കാലത്ത് പുതിയ ഒരു തലമുറയിലേക്ക് എങ്ങനെ ഈ മൂല്യബോധത്തെ പ്രവൃത്തിയിലൂടെ പ്രസംഗത്തിലൂടെ അല്ല ആരോടും പറയാം. അത് നമുക്ക് പറ്റുന്നതല്ല പറയുന്നതല്ലാതെ വേറെ ഒന്നും ഗോപാലകൃഷ്ണൻ്റെ ഉപദേശമായ അതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന രീതി അത് മാത്രമേ ഉള്ളൂ ഗോപാലകൃഷ്ണൻ. പക്ഷെ എന്തോ ചില കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് കൂട്ടുകാരനായ പൊതുപ്രവർത്തകന് നിഷിദ്ധമാണ് എന്ന് നമ്മൾക്ക് വിരൽ ചൂണ്ടിത്തരുമായിരുന്നു സഖാവ് ഗോപാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് PB ശിവൻ സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തക ഗീതാ നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K ജയമോഹൻ, D രോഹിണി, വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ മധു, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ, മോഹൻപിള്ള IS തുടങ്ങിയവർ പങ്കെടുത്തു. പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത കൂടെ ആ കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൂടി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഗോപാൽജി എന്നും തോപ്പിൽജി എന്നും ഒക്കെ സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ച തോപ്പിൽ ഗോപാലകൃഷ്ണൻ ഞാൻ ആദ്യമായി കാണുന്നത് 1970-ലാണ്. 70-ൽ എൻ്റെ അച്ഛൻ എന്നീ ബാലറാം മന്ത്രി എന്ന നിലയിൽ രാജികൊടുത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അവിടെ തിരുവനന്തപുരത്തൊരു വാടക വീടിൻ്റെ അന്വേഷണം നടക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്നൊരു വാടക വീട് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ അന്ന് താമസിച്ചത് പാർട്ടിയുടെ സ്കൂളായി പ്രവർത്തിക്കുന്ന യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കെട്ടിടം. ആ കെട്ടിടം ഇന്നില്ല. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിലെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ആ പാർട്ടി സ്കൂളിലേക്കാണ് ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് പെട്ടിയും തുണിയും ഒക്കെ ആയിട്ട് മാറുന്നത്. ഇവിടെ സ്കൂളിൻ്റെ ബെഞ്ച് കൂട്ടിയിട്ടാണ് അച്ഛനും ഞങ്ങൾ കുടുംബം അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിന് ഒരു കോറിഡോറുണ്ട്, ഒരു അഴിയിട്ട വരാന്ത പോലെയുള്ള ഒരു കോറിഡോർ. അവിടെയാണ് ASFൻ്റെയും AYFൻ്റെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.